Hi everyone, welcome back to another video of The Learners Cafe. ഇന്ന് നമ്മൾ ബികോം തേർഡ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതെല്ലാമാണ് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. HRM എന്ന് പറയുന്നത് പൊതുവേ വളരെ സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. വളരെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് ഫീച്ചേഴ്സ് എല്ലാം പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് എഴുതാൻ പറ്റും. എല്ലാം ഒന്നും പഠിച്ചെടുക്കണം നിർബന്ധമല്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ടാവുകയും സബ്ജക്റ്റ് എന്താണെന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ് എന്താണ്, മീനിങ്, ഡെഫിനീഷന്, ഫീച്ചേഴ്സ്, സ്കോപ്പ്, ഇത്തരം കാര്യത്തിനകത്ത് വരുന്നത്. മറ്റേത് കാര്യങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റ്, നാച്ചർ, മീനിങ്, അതുപോലുള്ള കാര്യങ്ങൾ ഡെഫിനിഷൻ അടക്കം പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് അതിൻ്റെ ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് HRM എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് എഴുതി വെക്കാവുന്നതാണ്. അപ്പം അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാനും പാസ്സാവാനുള്ള ഏറ്റവും നല്ലൊരു ട്രിക്കാണിത്. ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പോവുക. അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻ എന്താണ് എന്നുള്ളതെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്വിൻ ബി ഫ്ലിപ്പോയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. പേഴ്സണൽ മാനേജ്മെൻറ്റ് ഓർ HRM ഈസ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, procurement, development, compensation, integration, maintenance and reproduction of human resources to the end that individual, organizational and societal objectives are established. ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഇങ്ങനെ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിനെയാണ് HRM അഥവാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. സിമ്പിളായിട്ട് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ളത് നോക്കണം. ഒന്നാമത്തെ ഒരു ഫീച്ചർ വരുന്നത് ഇറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എന്നുള്ളതാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷനായിട്ടാണ് വരുന്നത്. HRM ഇൻവോൾവ് ചെയ്യുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസും പ്രിൻസിപ്പിൾസും ആണ് എന്ന് നമുക്ക് മനസ്സിലാവണം. സെക്കൻഡ് ഒരു ഫീച്ചറാണ് ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫീച്ചറാണ് കോംപ്രഹെൻസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മാനേജിങ് പീപ്പിൾ അറ്റ് വർക്കുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കാര്യങ്ങളാണ്. എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യുക, എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക, അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു കോംപ്രഹെൻസീവ് ഫംഗ്ഷനാണ് എന്ന് പറയുന്നത്. അടുത്തൊരു പോയിൻ്റാണ് ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ. നമ്മൾ ഓരോ എംപ്ലോയീസിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഗ്രോത്ത് ആണ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അടുത്തൊരു ഫീച്ചറാണ് ആക്ഷൻ ഓറിയൻറ്റഡ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഓർഗനൈസേഷണൽ ആൻഡ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പേഴ്സണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് ആക്ഷൻ ഓറിയൻറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മറ്റൊരു ഫീച്ചറാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്സ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് എൻഡ് ചെയ്യുന്നത് വരെ ഉള്ള ഒരു ഫംഗ്ഷനാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സുകളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചറായിട്ട് വരുന്ന കാര്യങ്ങൾ. അടുത്തതായിട്ട് ഇതിൽ വരുന്നതാണ് സ്കോപ്പ് ഓഫ് HRM. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്താണ് എന്നുള്ളത്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ഫംഗ്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നിങ്ങൾ ഇതിൽ എഴുതേണ്ടത്. നമുക്ക് HRM എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കോപ്പ് ഓഫ് HRM സിമ്പിളായിട്ട് എഴുതാവുന്നതുള്ളൂ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതായത് ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനിങ്, അവരുടെ ജോബ് അനാലിസിസ്, ഡിസൈനിങ്, റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, ഓറിയൻറ്റേഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് അവരെ സെലക്ട് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുക്കുക, അവരുടെ പെർഫോമൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുക, മോട്ടിവേഷൻ കൊടുക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് സ്കോപ്പ് ഓഫ് HRMനകത്ത് വരുന്നത്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഇതിൽ വരുന്ന കാര്യം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണെന്നുള്ളതാണ്. മീനിങ്ങും ഡെഫിനിഷനും എല്ലാം പഠിച്ചിട്ടുണ്ട്.
സംഭവം എന്താണ്, കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇമ്പോർട്ടൻസും ഒബ്ജക്റ്റീവ്സും എല്ലാം എഴുതാവുന്നതാണ്. ആദ്യം നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഈ ഒരു സബ്ജക്റ്റ് ഓവറാൾ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അതുമായി ബന്ധപ്പെടുത്തി എഴുതാവുന്നതുള്ളൂ. ഓക്കെ, ഇതിൽ നമ്മൾ ക്ലാസ് എടുക്കുക എന്നതിലുപരിയായിട്ട് എക്സാമിൽ നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ അതിൽ വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പ്രൊക്യൂർമെൻറ്റ്, അതുപോലെ അവരെ റിക്രൂട്ട് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത്, അവരുടെ കോമ്പൻസേഷൻ, അതായത് സാലറി ആൻഡ് വേജ് പേയ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്, പെർഫോമൻസിനെ അപ്രൈസൽ ചെയ്യുന്നത്, കോമ്പൻസേഷൻ കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം അതുമായി കണക്ട് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇമ്പോർട്ടൻസിലും അതുപോലെ ഒബ്ജക്റ്റീവ്സിലും വരുന്നത്. അതായത് ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് എന്തെല്ലാം എഴുതാൻ പറ്റും, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ ഹ്യൂമൻ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, അതുപോലെ റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വലിനെ റൈറ്റ് ജോബിൽ പ്ലേസ് ചെയ്യാൻ പറ്റുക, ട്രെയിനിങ് ഫെസിലിറ്റീസ് കൊടുക്കുക, പുതിയ എംപ്ലോയീസിന് ഓറിയൻറ്റേഷൻ കൊടുക്കുക, നല്ല വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടാക്കി കൊടുക്കുക, നല്ല രീതിയിൽ സാലറി, അതുപോലെ സാലറി അഡ്മിനിസ്ട്രേഷൻ നല്ല പോലെ ആക്കുക, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് കൊടുക്കുക. ഇങ്ങനെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ടിട്ടും അവരുടെ ഗ്രോത്തുമായി ബന്ധപ്പെട്ടിട്ടും വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ വരുന്ന കാര്യങ്ങളാണ് ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, പേഴ്സണൽ മാനേജ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ ഇവല്യൂഷനും ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റും എസ്സേ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. ഓക്കെ, ഭാഗമാണ് അപ്രോച്ചസ് ടു HRM, ക്ലാസിക്കൽ അപ്രോച്ച്, അതുപോലെ സിസ്റ്റം അപ്രോച്ച്, ഹാർവാർഡ് അപ്രോച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗമാണ് ചാപ്റ്റർ 1 അടുത്തതായിട്ട് ഇതിൽ നോക്കാനുള്ളത് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്താണ്, പേഴ്സണൽ മാനേജ്മെൻറ്റ് മീനിങ്, സ്കോപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് HRM. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും പേഴ്സണൽ മാനേജ്മെൻറ്റും തമ്മിൽ സിമിലാരിറ്റീസും ഡിഫറൻസും ഉണ്ട്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HRM എന്ന് പറയുന്നത് എംപ്ലോയി ഡെവലപ്മെൻറ്റ് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, മാനേജ്മെൻറ്റ് ടീമിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് ടീമിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടി HRM ഉദ്ദേശിക്കുന്നുണ്ട്. പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നോൺ മാനേജേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് പറയാനുള്ളത്. പിന്നെ HRM എന്ന് പറയുന്നത് 70s ആ ഒരു ലേറ്റ് സമയത്ത് വന്നിട്ടുള്ളതാണ് HRM എന്ന് പറയുന്നത്. പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് HRMൻ്റെ ഒക്കെ ഒരുപാട് മുന്നേ ഉണ്ടായിരുന്നതാണ്. പിന്നെ പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടേം നിങ്ങൾ എഴുതുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഓൾഡ് ആയിട്ടുള്ളൊരു ടേമാണ്, അല്ലെങ്കിൽ ഓൾഡ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾ അതിനകത്ത് എഴുതാൻ. അതായത് പേഴ്സണൽ മാനേജ്മെൻറ്റ് ലേബറിനെ ട്രീറ്റ് ചെയ്യുന്നത് റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആളുകളായിട്ടാണ്. റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതും അതുപോലെ ഏത് സമയത്തും നമുക്ക് എക്സ്പെൻഡബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ് പേഴ്സണൽ അഥവാ എംപ്ലോയീസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് HRMൽ നമ്മൾ കാണുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ അസറ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പേഴ്സണൽ മാനേജ്മെൻറ്റും HRMും തമ്മിലുള്ള ഡിഫറൻസിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊന്നാണ് HRM ആൻഡ് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ്. കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് പൊതുവെ എക്സാമിന് ചോദിക്കാറുള്ള ഭാഗമാണ്. എന്താണ് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ an organization achieve competitive advantage when it is able to offer goods and services at a price with required quality compared with other organization which are not able to do so. നമ്മുടെ ഓർഗനൈസേഷന് മറ്റുള്ള ഓർഗനൈസേഷനുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്വാളിറ്റീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അവർക്ക് പറ്റാത്ത രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അതാണ് നമ്മുടെ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എനേബിൾസ് ദ ഫേംസ് ടു ക്രിയേറ്റ് സുപ്പീരിയർ വാല്യൂ ഫോർ കസ്റ്റമേഴ്സ് ആൻഡ് സുപ്പീരിയർ പ്രോഫിറ്റ് ഫോർ ഇറ്റ്സെൽഫ്. നമുക്ക് കസ്റ്റമേഴ്സിന് സുപ്പീരിയർ വാല്യൂ കൊടുക്കാൻ പറ്റും, മറ്റുള്ള ഓർഗനൈസേഷന് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെ ആകുമ്പം അത് നമുക്ക് സുപ്പീരിയർ പ്രോഫിറ്റ് കൂടി കൊടുന്നു തരും. അപ്പോൾ അതിനെയാണ് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മറ്റുള്ള ഓർഗനൈസേഷനെ അപേക്ഷിച്ച് നമുക്കുള്ള എല്ലാ അഡ്വാൻറ്റേജും കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന കാര്യമാണ് ട്രഡീഷണൽ HRM അതുപോലെ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്, അടിസ്ഥാനപരമായിട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് അതിൻ്റെ മാർക്കും സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് വരുന്നത്. ഇതിൽ ഒരു കാര്യം നമ്മൾ സ്കിപ്പാക്കാതെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പ്രധാനപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നത് കൊണ്ട് അത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചെടുക്കണം. എക്സാമിന് പൊതുവേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പം നിർബന്ധമായിട്ടും നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കാര്യങ്ങളാണ് മറ്റുള്ള ചാപ്റ്റേഴ്സിലെല്ലാം വരുന്നത്. അപ്പം ഇതിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്തും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഷോർട്ടായിട്ടുള്ള നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരാനായിട്ട് സാധിക്കും. ഓക്കെ.